പ്രധാനപ്പെട്ട 7 വയസ്സായാൽ മക്കളോട് നിർബന്ധമായും നിസ്കരിക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കണം. 10 വയസ്സായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ അവരെ ശിക്ഷിക്കണം, അടിക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുറു ഔലാദക്കും ബിസ്സലാത്ത് വഹും അബ്നാഉ 7 സിനീൻ. 7 വയസ്സെത്തിയാൽ നിർബന്ധമായും കുട്ടികളോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. അതില് മാതാപിതാക്കളെ ഒരു എക്സ്ക്യൂസും കൊടുക്കാൻ പാടില്ല, അതിൽ യാതൊരു വീഴ്ചയും വരുത്താൻ പാടില്ല. 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. ഇതാരാ പറയുന്നത്? ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളിബൂഹും അലൈഹാ വഹും അബ്നാഉ 10 സിനീൻ. 10 വയസ്സായിട്ടും അവരെ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ അടിക്കണം, അവരെ ശിക്ഷിക്കണം എന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതൊരു ചെറിയ നിസ്സാരമായ ഒരു കാര്യമല്ല, ഇത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അതിലൊരു വീഴ്ച വരുത്താൻ നമ്മൾ പാടില്ല. അത് എത്ര മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ മക്കളിൽ അതിന്റെ റിസൾട്ടുകൾ ഉണ്ടാകും. ചെറിയ പ്രായം 7ാമത്തെ വയസ്സ് ആയാൽ ആ മക്കളോട് നിർബന്ധമായി പറയണം, മോനെ മോളെ നീ നിസ്കരിക്കണം. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിനെക്കുറിച്ചുള്ള ബോധങ്ങൾ മക്കൾക്ക് നമ്മൾ നൽകണം. എന്നിട്ട് 10 വയസ്സായാൽ അവർ നിസ്കരിക്കുന്നില്ലെങ്കിലോ അപ്പൊ 7ാമത്തെ വയസ്സിൽ നിസ്കരിപ്പിക്കണം, 8ാമത്തെ വയസ്സിൽ നിസ്കരിപ്പിക്കണം, 9ാമത്തെ വയസ്സിൽ നിസ്കരിപ്പിക്കണം. 10ാമത്തെ വയസ്സായാൽ പിന്നെ ഓട്ടോമാറ്റിക്കായി അവർ നിസ്കരിച്ചോളൂ. കാരണം 10 വയസ്സാകുമ്പോഴേക്കും ഏകദേശം അവർക്ക് നല്ലൊരു ബുദ്ധിയും ഒരു ചിന്തയും ഒക്കെ എത്തുന്ന ഒരു സമയം. 10 വയസ്സായിട്ടും നിങ്ങളുടെ മക്കൾ നിസ്കരിക്കുന്നില്ലേ, നിങ്ങൾ നിർബന്ധമായും അവരെ നിസ്കരിപ്പിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അടിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വടിയെടുത്തിട്ട് ഇങ്ങനെ അടിക്കണം എന്നതല്ല അതിന്റെ അർത്ഥം. മറിച്ച് ആ ഒരു രൂപത്തിലേക്ക്, അഥവാ വളരെ ഗൗരവകരമായി, അത് ഒരു നിലക്കും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ വളരെ നിർബന്ധമായും വളരെ കാർക്കശ്യത്തോടുകൂടെ ആ വിഷയത്തിലേക്ക് മക്കളെ കൊണ്ടുവരണം. അങ്ങനെ ഒരുപക്ഷെ ചിലപ്പോൾ ഒരു അടി കൊടുത്തത് കൊണ്ട് ആ നിസ്കാരത്തിലേക്ക് അവർ വന്നു എന്ന് വരാം, അവർ നിസ്കരിക്കാൻ അതൊരു കാരണമായി എന്ന് വരാം. നാളെ നിസ്കരിച്ചില്ലെങ്കിൽ അടി കിട്ടുമെന്നറിഞ്ഞാൽ ഒരുപക്ഷെ ആ നിസ്കാരത്തിൽ അവർ വീഴ്ച വരുത്തിയില്ല എന്ന് വരാം. അതോടൊപ്പം തന്നെ ഈ അടിയേക്കാളും വലിയ അടി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടാനുണ്ട് മോനെ മോളെ എന്ന ഒരു ബോധ്യപ്പെടുത്തലുകൾ അവരോട് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മളതിൽ യാതൊരു എക്സ്ക്യൂസും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതൊരു വെറും വാക്കായി നമ്മൾ കാണരുത്. രക്ഷിതാക്കള്, ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എങ്കിലോ അതിന്റെ തിക്തഫലം പിന്നീട് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ അതിനെ ഒരു നെവർ മൈൻഡായി നമ്മൾ കണ്ടാൽ അതൊരു സാരില്ല, അതൊരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നിസ്കരിച്ചോളൂ, നിസ്കരിക്കണ സമയമാവുമ്പോ നിസ്കരിച്ചോളൂ. ഞാനിപ്പോ തന്നെ അതിനാ പറയേണ്ട ആവശ്യം? ഇത് ആർക്ക് അറിയാം? ഇത് നമ്മളെക്കാളെല്ലാം അറിയുന്ന ലോകത്തിന്റെ കാരുണ്യത്തിന്റെ കടലായി ലോകത്തിന്റെ എല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാത്ത കാര്യമല്ലല്ലോ. അവർ പിന്നീട് നിസ്കരിച്ചോളും, അതുകൊണ്ട് ചെറുപ്പത്തിൽ അങ്ങനെ നിസ്കരിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല എന്നൊന്നുമല്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂല് വളരെ ഗൗരവകരമായി തന്നെ അക്കാര്യം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ 7 വയസ്സായാൽ അവരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. സ്വാഭാവികമായും ആ കൽപ്പന എന്ന് പറയുന്നത് നമ്മൾ അവരെ നമ്മളെ കൂടെ കൂട്ടുക എന്നതാണ്. നമ്മൾ നിസ്കരിക്കുന്നത് കാണുമ്പോ സ്വാഭാവികമായും മക്കൾ നിസ്കരിക്കും. ചെറിയ
മക്കൾ കാണുന്നില്ലേ? ചെറിയ പ്രായമാകുമ്പോൾ നമ്മളിങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് നമ്മുടെ കൂടെ വന്ന് കൈകെട്ടുന്നു. 7ാമത്തെ വയസ്സാകുമ്പോൾ അവനോട് മെല്ലെ പറയണം, മോനെ ഇനി എന്തായാലും നീ നിസ്കരിക്കണം. ഒരുപക്ഷെ സുബഹിക്ക് എഴുന്നേൽപ്പിക്കാൻ നമ്മൾ മടി കാണിച്ചാൽ, നമ്മൾ അനാസ്ഥ കാണിച്ചാൽ, നമ്മൾ ആ വിഷയത്തിൽ ഗൗരവകരമായ കാര്യത്തെ കണ്ടില്ല എങ്കിൽ തീർച്ചയായും അത് പിന്നീട് നമുക്ക് വിനയായി വരും, അത് നമുക്ക് വലിയ ബാധ്യതയായി വരും. അങ്ങനെ ചെറിയ പ്രായത്തിൽ എന്റെ മോള് 10 വയസ്സായി, ആ മോളൊന്ന് ഉറങ്ങിക്കോട്ടെ, ആ മോനൊന്ന് ഉറങ്ങിക്കോട്ടെ. എന്തിനാ നമ്മളിപ്പോ ഈ സുബഹിക്ക് മഴയത്ത് നല്ല തണുപ്പുള്ള സമയം പുതച്ചിങ്ങനെ ഉറങ്ങുമ്പോ എന്തിനാണ് ആ മോളെ വിളിക്കുന്നത്, മോനെ വിളിക്കുന്നത് ഇപ്പൊ ചിന്തിക്കാൻ പാടില്ല. ഇപ്പൊ അവരെ ആ വിഷയത്തിൽ അവരെത്ര എന്ത് വിഷയമായാലും, ഇപ്പൊ നമ്മൾ കുറെ കുട്ടികളുടെ വീഡിയോ കാണുന്നു. എന്താണ് ആ വീഡിയോയില്? ഏതൊക്കെയോ കളിക്കാർ തോറ്റതിന്റെ പേരിൽ കരയാണ്. ഏതൊക്കെയോ ഫാൻസുകളാണ്. ആ ഫാൻസുകളിൽപ്പെട്ട ആളുകൾ അവരെ ഫുട്ബോളിൽ തോറ്റു അല്ലെങ്കിൽ പരാജയപ്പെട്ടു, അവര് പരാജിതരായി അവരുടെ നാടുകളിലേക്ക് മടങ്ങുകയാണ്. അല്ലെങ്കിൽ അവര് കരയുന്നത് കണ്ട് മക്കള് കരയുകയാണ്. അത് ഉപ്പമാർക്ക് ആവേശവും ഉത്സാഹവും പ്രോത്സാഹനവും അതിന്റെ പേരിൽ നൽകുകയാണ്. എന്നാൽ ഒരു ശരിയായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവര് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 10 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കർശനമായ നിലപാട് അവരുടെ വിഷയത്തിൽ സ്വീകരിക്കണം. നമ്മളൊരു പക്ഷേ നിസ്കാരത്തിന്റെ ആ സമയമല്ലാത്ത സമയം ഉണ്ടാവും. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്കാര നിർബന്ധമില്ലാത്ത സമയങ്ങളുണ്ട്. പക്ഷെ ആ സമയത്തും മക്കൾ നിസ്കരിക്കാതെ കിടന്നുറങ്ങുകയാണെങ്കിൽ അവര് എഴുന്നേറ്റ് നിസ്കരിപ്പിച്ചതിന് ശേഷമായിരിക്കണം അവര് വീണ്ടും കിടന്നുറങ്ങേണ്ടത്. അതല്ലാതെ എനിക്കിപ്പോ ഏതായാലും നിസ്കരിക്കേണ്ടതില്ല, എന്റെ മോൾ അവിടെ തന്നെ കിടന്നോട്ടെ, എന്റെ മോനെ അവിടെ കിടന്നോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ശിക്ഷക്കാരാകും. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കണം. ഒരു എക്സ്ക്യൂസും ഒരു ദയാദാക്ഷിണ്യവും ആ വിഷയത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. നിർബന്ധമായും എന്റെ മകൻ എന്റെ മകൾ 10 വയസ്സായാൽ നിസ്കരിച്ചിരിക്കണം. ആ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിക്കണം. ഒരുപക്ഷെ അവർക്ക് കുറെ സമ്മാനങ്ങൾ നൽകേണ്ടി വരും, കുറെ സമ്മാനങ്ങൾ അവർക്ക് കൊടുക്കേണ്ടി വരും. ഇന്ന് 5 വക്ത് നിസ്കരിച്ചാൽ നിനക്ക് ഇന്ന സമ്മാനം, അല്ലെങ്കിൽ നിനക്ക് ഞാനൊരു ചോക്ലേറ്റ് തരും, അല്ലെങ്കിൽ ഒരു മിഠായി തരും, അല്ലെങ്കിൽ അള്ളാ നീ നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാ നിന്നെ അടിക്കുമല്ലോ. അപ്പൊ അള്ളാന്റെ അടി വലിയ അടിയാണ്, അപ്പൊ ഇത് ചെറിയ അടിയാണ്, വലിയ അടി വേറെ വരാനുണ്ട് എന്നൊക്കെ കുട്ടികളിൽ അവരുടെ മാനസികമായ രൂപത്തിൽ അവരെ ഉപദേശിച്ച് പറഞ്ഞ് പ്രതിഫലിപ്പിച്ച് അവരെ മന്നം 10 വയസ്സാകുമ്പോഴേക്കും നിസ്കാരത്തിലേക്ക് കൊണ്ടുവരണം. 10 വയസ്സായാൽ അവർ കൃത്യമായി നിസ്കരിക്കുന്ന മക്കളാകണം. അങ്ങനെ ഒരു മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നമ്മുടെ മക്കളെ ആ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയെല്ലാം നീ നിസ്കരിക്കുന്ന മക്കളാക്കണേ റബ്ബേ. ഞങ്ങളെയും നീ നിസ്കരിക്കുന്നവരാക്കണേ അല്ലാ. നമ്മൾ നിസ്കരിക്കണ്ടേ? നമ്മൾ സ്വയം നിസ്കരിക്കണം. നിസ്കാരം ഉപേക്ഷിച്ചാൽ ആ നിസ്കാരം മനഃപൂർവമായി ഉപേക്ഷിക്കുന്ന ഒരാള്, അയാൾക്ക് എന്തിലാ ഭക്ഷണം കൊടുക്കേണ്ടത്? നായക്ക് കൊടുക്കുന്ന പാത്രത്തിൽ പോലും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇതൊരു ചെറിയ നിസ്സാരമായ കാര്യമാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാള്, ആ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഞാൻ നല്ല പാത്രത്തിൽ ഭക്ഷണം കൊടുക്കുകയാണ്. അയാൾ നിസ്കരിക്കാത്ത ആളാണെങ്കിൽ അയാൾക്ക് ആ നല്ല പാത്രത്തിൽ ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കഴിയുമോ? ഞാൻ എങ്ങനെ അയാൾക്ക് നല്ല പാത്രത്തിൽ ഭക്ഷണം കൊടുക്കും? അയാൾ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളാണെങ്കിൽ എങ്ങനെയാണ് അയാൾക്ക് നല്ല പാത്രത്തിൽ എനിക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുക? ഇതൊക്കെ വലിയ വയസ്സായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ലെങ്കിൽ 10 വയസ്സ് കഴിഞ്ഞ് ഒരു 15 വയസ്സ് വരെ നിസ്കരിപ്പിച്ചിട്ടില്ല, ആ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല. 15 വയസ്സായപ്പോഴാണ് മോനെ നിസ്കരിക്കുന്നു പറയുന്നത്. അപ്പൊ അവൻ ചിന്തിക്കും, എന്ത് നിസ്കാരം? ഇത് പ്രായമായ സമയത്ത്
ഉമ്മ ഉപദേശിച്ചില്ല, ഉമ്മ ശ്രദ്ധിച്ചില്ല, അങ്ങനെയേ അവർ ആ വിഷയത്തിൽ അനാസ്ഥ കാട്ടിയാലോ അഊദു ബില്ലാഹ്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും നല്ല പാത്രത്തിൽ എങ്ങനെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭക്ഷണം നൽകും? എങ്ങനെ നമ്മൾ നല്ല പാത്രത്തിൽ ഭക്ഷണം നൽകും? നമുക്ക് നല്ല പാത്രത്തിൽ ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ? ഇതൊക്കെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിച്ച് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇതിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു അനാസ്ഥ ഉണ്ടാകരുത്. നമ്മൾ നിസ്കരിക്കുന്നത് മക്കൾ കാണുക, ആ കണ്ട് മക്കൾ അത് കണ്ട് വളരുക. ആ വളർന്ന കുട്ടികളെ 7ാമത്തെ വയസ്സ് മുതൽ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുക. അങ്ങനെ അവരെ കൽപ്പിച്ച് അതിനെ അവരെ പ്രാപ്തരാക്കി 10ാമത്തെ വയസ്സാകുമ്പോൾ അവർ 5 വക്ത് നിസ്കരിക്കുന്ന മക്കളാവുക. ആ 5 വക്ത് നിസ്കരിക്കുന്ന മക്കളായാൽ എന്നിട്ടും അവർ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ നിസ്കാരത്തിന്റെ ഗൗരവകരമായ കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ചെറിയ ഒരു അടിയാണ്, ഈ അടി നീ സൂക്ഷിച്ചാൽ നിനക്ക് അല്ലാഹുവിന്റെ അടി കിട്ടേണ്ടി വരൂല. അങ്ങനെയാണ്. മാതാപിതാക്കളെ അടി കിട്ടിയാൽ അള്ളാന്റെ അടി കിട്ടേണ്ടി വരൂല. അല്ലെങ്കിൽ ഇവിടെ നിന്ന് അടി കിട്ടിയ കാരണത്താൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അടി കിട്ടേണ്ടി വരൂല. അതേ സമയത്ത് ഇവിടുന്ന് അടി കിട്ടിയില്ലെങ്കിൽ അടി കിട്ടാത്ത രൂപത്തിൽ അതിന് പ്രാപ്തരായി നിസ്കാരം നമ്മൾ ആരംഭിച്ച് നിസ്കരിക്കുന്ന മക്കളായാൽ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് അടി ഉണ്ടാവൂല. ഇവിടുത്തെ അടി ചെറിയ അടിയാണ്, അത് പ്രതിഫലിപ്പിക്കണം നമ്മൾ. മോനെ, ഇത് ചെറിയ അടിയാണ്, ഇതിനേക്കാളും വലിയൊരു അടി വരാനുണ്ട്. അത് അല്ലാഹുവിന്റെ അടിയാണ്. ആ അടി കിട്ടുന്നതിന് മുമ്പ് ഇവിടെ വച്ച് നിസ്കരിക്കണേ. ഇത് മക്കളിൽ പ്രതിഫലിപ്പിച്ചെടുക്കാൻ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഒരുപാട്